ഈ കോൺഗ്രസ്സിൽ ഈ കുറച്ചു കാലമായിട്ട് ഐക്യമില്ല എന്ന് പറയുന്ന നേരത്തെ അങ്ങനെ ആരോപണം ഉണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും അത്തരത്തിലുള്ള ഒരു ആരോപണം ശക്തിപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിലെ പല നേതാക്കന്മാരും തമ്മിൽ വലിയ ഐക്യത്തിലല്ല പോകുന്നത് എന്നൊക്കെ. അപ്പൊ ഈ എന്താണ് ഈ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ പോലും എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു കൃത്യ ഐക്യത്തിലേക്ക് വരാൻ പറ്റാത്തത്? അല്ല, അതിനകത്ത് ഈ നേതൃത്വത്തിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഐക്യത്തോടു കൂടി പോകാൻ ഉള്ള ഒരു 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 താല്പര്യം കാണിക്കേണ്ടതും പ്രവർത്തനം നടത്തുന്നത്. പക്ഷേ പാർട്ടിക്കകത്ത് നയപരമായ കാര്യങ്ങളിലും പാർട്ടിയുടെ പരിപാടിയുടെ കാര്യങ്ങളിലും ഒരു കൂട്ടായ ചർച്ച വേണം. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ പാർട്ടിയെ മുമ്പോട്ട് നയിക്കേണ്ടത്. ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ള ഒരു പ്രത്യേകത, കോൺഗ്രസ് പാർട്ടി ഒരു പ്രസിഡന്റ് ഓറിയൻറ്റഡ് പാർട്ടിയാണ്. ഒരു പ്രസിഡന്റോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ മാത്രം വിചാരിച്ചാൽ ഈ പാർട്ടിയെ വിജയത്തിലേക്ക് നയിക്കാൻ ഒക്കില്ല എന്ന യാഥാർത്ഥ്യം അവരും ഞങ്ങളും എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പാർട്ടിയുടെ ഏറ്റവും ഉന്നത തലങ്ങളിൽ ചർച്ച ചെയ്യുക, ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുക. പാർട്ടിക്കകത്ത് പുനഃസംഘടനയോ മറ്റു കാര്യങ്ങളോ നടക്കുമ്പോൾ എല്ലാവർക്കും എല്ലാ വിഭാഗം, പാർട്ടിക്കകത്ത് വിഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ, നേതാക്കളോടൊപ്പം നിൽക്കുന്നവരുണ്ട്, അല്ലാതെ പ്രത്യേക വിഭാഗമായി ഒക്കെ പുറത്തറിയപ്പെടുന്ന മാധ്യമങ്ങൾ, അവർക്കെല്ലാം അർഹമായ പരിഗണന കൊടുക്കണം. ആരെയും നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ പാർട്ടിക്കകത്ത് ഐക്യവും നിലനിർത്താൻ കഴിയില്ല, പാർട്ടിക്ക് യോജിച്ച പ്രവർത്തനം നടത്തി വിജയത്തിലേക്ക് എത്താനും കഴിയില്ല. ഇപ്പം ഈ നേരത്തെ കെ സുധാകരൻ KPCC പ്രസിഡന്റായി വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത് വലിയ കാര്യമുണ്ടായിരുന്നു. അതായത് കോൺഗ്രസിനെ സെമി കേഡറാക്കും എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കിയത് എന്നുള്ളത് പലർക്കും ഒന്നും വ്യക്തമായിട്ടില്ല. ഇപ്പോഴും അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നടന്നതായിട്ടും ആർക്കും അറിയില്ല. എന്താണ് ശരിക്കും ഈ സെമി കേഡർ? സെമി കേഡർ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അന്നും ഞാൻ സംശയം പ്രകടിപ്പിച്ച ആളാണ്, ഇപ്പോഴും എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ, അതായത് CUC ഉണ്ടാക്കുക, അതാണ് സെമി കേഡർ എന്ന് ഉദ്ദേശിച്ചത്. അത് ഏറ്റവും ബൂത്തിൻ്റെ താഴെയുള്ള, അതിലിപ്പോഴും അദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന് കുഴപ്പമില്ല. പക്ഷെ കേഡർ അല്ലാതെ സെമി കേഡർ ഇല്ല എന്ന് പറഞ്ഞ ആളാണ് അന്ന് ഞാൻ. അതുകൊണ്ട് ഒന്നുകിൽ കേഡർ പാർട്ടിയാക്കുക, അല്ലാതെ അത് കോൺഗ്രസ് പാർട്ടി പോലുള്ള ഒരു പാർട്ടിയെ കേഡർ പാർട്ടിയാക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ അന്ന് പറഞ്ഞതൊക്കെ നമുക്ക് വിടാം. ഇപ്പോൾ അദ്ദേഹം താഴെ തലത്തിൽ CUC ഉണ്ടാക്കണമെന്ന് പറഞ്ഞു, കുറേ ഉണ്ടാക്കി, കുറേ കൂടി ഒരു 10-50 പേരെ വെച്ചുകൊണ്ടുള്ളൊരു യൂണിറ്റ്. അത് വളരെ നല്ല ആശയമാണ്. അതല്ലാതെ കേഡർ എന്നുള്ള ഒരു ചർച്ച, ഇപ്പോൾ സെമി കേഡർ എന്നുള്ള ചർച്ചയൊന്നും ഇപ്പോൾ പാർട്ടിക്കകത്തില്ല. ഈ ശരിക്കും എല്ലാ പാർട്ടിയുടെയും, അതായത് വോട്ട് ചെയ്യേണ്ടത് സാധാ അടിത്തട്ടിലുള്ള ആളുകളുമായിട്ട് നിരന്തരമായ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അടിത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകരെ അല്ലെങ്കിൽ പാർട്ടി അനുഭാവികളെ ഒരുമിച്ച് നിർത്താനും ഈ നമുക്ക് നഷ്ടപ്പെട്ട ഭരണം തിരിച്ചു പിടിക്കാനുമുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ യഥാർത്ഥം അതാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഇപ്പോൾ ഈ മണ്ഡല കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുന്നതിൻ്റെ ചർച്ച പൂർത്തിയായില്ലെങ്കിലും അതിന് താഴെ എല്ലാ ബൂത്തിലും, അതാണ് പ്രധാനം, ഓരോ ബൂത്തിലും ഓരോ നേതാവിൻ്റെയും ചുമതല ബൂത്തുകളിൽ ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കുക. അത് അടുത്തൊരു മാസത്തിനകം ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കി താഴെ തലത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്നത് ഗ്രാസ് റൂട്ട് ലെവൽ കമ്മിറ്റിയില്ലേ, ആ ബൂത്ത് കമ്മിറ്റികൾ കൊണ്ട് വോട്ടർ പട്ടികയിൽ ആളെ ചേർത്ത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ഊർജിതപ്പെടുത്താനുള്ള ശ്രമമാണ് കുറേ നാളായി നടക്കുന്നത്. അത് ഏതാണ്ട് പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, ഈ ഉമ്മൻചാണ്ടി സാറ് ഉണ്ടായിരുന്ന സമയത്ത് പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ മുൻകൈ എടുത്തിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നേതാവില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു മഹാനായ നേതാവിൻ്റെ അഭാവം കോൺഗ്രസ് പാർട്ടിക്കുണ്ട് പല കാര്യത്തിലും. പക്ഷേ എന്നാലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണത്. ഇപ്പോൾ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, ദേശീയ തലത്തിലാണെങ്കിൽ പണ്ട് AK ആൻ്റണി ഉണ്ടായിരുന്നു, ഇപ്പോൾ KC വേണുഗോപാലാണ്. അവരാണ് ഈ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത്. അവർ ആ കാര്യങ്ങളിൽ ഓരോ സന്ദർഭങ്ങളിലും വരുമ്പോൾ ഇടപെടുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ പ്രശ്നവും ഉണ്ടാകുമ്പോൾ സമയബന്ധിതമായ ഇടപെടലും തീരുമാനവും ചർച്ചയും. പിന്നെ അത് മാത്രം പോരാ, നിരന്തരമായി കൂട്ടായ ചർച്ചകൾ, ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിനും മാത്രമേ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വീണ്ടും വരുന്നു, അതിന് മുന്നോടിയായിട്ട് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും നമുക്ക് വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ വഴി. രാഷ്ട്രീയ അന്തരീക്ഷം നമുക്ക് വളരെ വളരെ അനുകൂലമാണ്. നമ്മുടെ വോട്ടുകളെ പെട്ടിയിലെത്തിക്കാൻ കഴിയണമെങ്കിൽ താഴെ തലത്തിലുള്ള ഇലക്ഷൻ മിഷനറി ശക്തമാവണം.
ഈ പറഞ്ഞതുപോലെ യോജിച്ച ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനം നടത്താൻ കഴിയണം. ഐക്യം ജനങ്ങൾക്ക് കൂടി ഫീൽ ചെയ്യണം. കോൺഗ്രസ് പാർട്ടിയിൽ അതിനാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായി പറയാതിരിക്കുക, നയപരമായ കാര്യങ്ങളിൽ എല്ലാവരും ആലോചിച്ച് തീരുമാനമെടുക്കുക. ഇത്തരം കാര്യങ്ങൾ വന്നാൽ ഈ രാഷ്ട്രീയ അന്തരീക്ഷം വളരെ അനുകൂലമായി നിൽക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ തെരഞ്ഞെടുപ്പ് സംവിധാനം കൂടി ഊർജ്ജസ്വലമാക്കിയാൽ നമുക്ക് അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി കേരളത്തിൽ അധികാരത്തിൽ മടങ്ങി വരാൻ കഴിയും.